ഈ സബ് ഇൻസ്പെക്ടർ പഞ്ചാവകാശനെ പറ്റിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ഞാൻ തെറ്റിക്കും. എന്നെ ഒരിക്കൽ പറ്റിച്ചു, ഞാൻ ക്ഷമിച്ചു. വീണ്ടും വീണ്ടും പറ്റിച്ചാൽ എനിക്ക് വീണ്ടും വീണ്ടും ക്ഷമിക്കേണ്ടി വരും. സാർ നീ പറ. സാർ, ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ നമ്മുടെ ഉത്സവം വേണ്ട. എന്ത്, എപ്പോൾ, എവിടെ വെച്ച് വേണമെന്ന് ഈ പഞ്ചാവകാശൻ അറിയാം. ചത്തുപോയ ശിവശങ്കര മേനോന്റെ ഏക മകൾ നിങ്ങൾ രണ്ടുപേരിൽ ആരാ? പറ. ഞാനാണ്. എന്റെ അച്ഛനെ മരിച്ചുപോയ ശിവശങ്കര മേനോൻ. എന്റെ അച്ഛൻ അദ്ദേഹം. അദ്ദേഹത്തിന് ഒറ്റ മോളാ ഞാൻ. അയ്യോ, രണ്ടുപേരും കൂടി എങ്ങനെയാ ഒറ്റയാവുന്നത്? തെളിയിക്കും, ഞാനിത് തെളിയിക്കും. എന്തോ തെളിയിക്കുന്ന? നിങ്ങളിൽ ആരാ ഒറിജിനൽ? അന്ന് അച്ഛനോടൊപ്പം അമ്മയെ മരിച്ചെന്നുള്ള കാര്യം അറിയാലോ. ഇനി ആകെ ചോദിക്കാനുള്ളത് എന്നോടാ. നിന്നോട് ഞാൻ ചോദിക്കൂടി പെങ്കൊച്ചേ. പോലീസ് മുറ എന്ന് കേട്ടിട്ടുണ്ടോ? ആ മുറയിൽ നിന്നോട് ഞാൻ ചോദിക്കും. അതെ, അച്ഛന്റെ മരണകാരണം അന്വേഷിക്കാൻ വന്നാൽ അത് അന്വേഷിച്ചാ മതി. അല്ലാതെ ഞാൻ ആരാ എന്താണെന്നൊക്കെ അന്വേഷിക്കാൻ മോളിന്ന് ഉത്തരവൊന്നുമില്ലല്ലോ. അങ്ങനെ ഉത്തരവുണ്ടെങ്കിൽ എന്നേക്കാൾ മുമ്പ് ഈ തറവാട്ടിൽ ഞാനാണെന്നും പറഞ്ഞിവിടെ പറ്റിക്കൂടി കിടക്കുന്ന ഇവളോട് ആദ്യം ചോദിക്കേ. പറയട്ടെ, തന്ത ഉണ്ടെങ്കിൽ അത് ആരാണെന്നും എന്താണെന്നൊക്കെ. എന്നിട്ടാവാ ഞാൻ പറയുന്നത്. മോളെ, എന്താ മോളെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എനിക്കൊന്നും അറിയില്ല അമ്മായി. തറവാട്ടില് വീണ്ടും പോലീസുകാർ വന്നു കേട്ടു. ശരിയാണോ കുഞ്ഞെ? അതെ, ശരിയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? അയ്യോ വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചു. അങ്ങനെ വെറുതെ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പറഞ്ഞ മനസ്സിലായോ? അല്ല, എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാമോ? എന്താ കാര്യം? പുതുതായി വന്ന അവതാരത്തെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോന്ന് അറിയാനാ. ആളങ്ങനെ ഉണ്ടെന്ന് കണ്ടതേ, മറ്റേ ഡീറ്റെയിൽസ് ഞാൻ കിട്ടിയില്ല. പുതിയ കക്ഷിയെ കുറിച്ച് പറഞ്ഞാൽ അവള് എന്തെങ്കിലും വിവരം കിട്ടിയാലേ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് അറിയിക്കാം കേട്ടോ. അല്ല, അവരും കൂടെ അറിയട്ടെ. അറിയേണ്ട കാര്യമില്ല. ഇവരെ അറിഞ്ഞിട്ട് അവരറിയട്ടെ. എന്ത് കാര്യത്തിന്? ഇതിന്റെ പേര് നിങ്ങൾ തമ്മിൽ തല്ലണ്ട. അനാവശ്യം പറഞ്ഞോട്ടെ അരപ്പേ. ആർക്കാണ് തമ്മിൽ തല്ലേണ്ടത്? ഞങ്ങൾ ഒരു അഭിപ്രായ വ്യത്യാസമല്ല. ഞങ്ങളുടെ തറവാട്ടിൽ പലരും വരും, പലരും പോവും. അതിന് നിനക്കൊക്കെ എന്താ? അവരടിക്കരുത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വെറുതെ ചൂടാവരുത്. പാവങ്ങളല്ലേ. അതുങ്ങൾ പോട്ടെന്നേ. അടിച്ചു നിങ്ങളുടെ ഏപ്പിന്റെ ഷേപ്പ് മാറ്റി പറഞ്ഞേക്കാം. അത് ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട. നീയൊക്കെ കാരണം നാട്ടിലിറങ്ങി നടക്കാൻ വയ്യാണ്ടായി. ആനമറ്റം തറവാടിന് ഇന്നേ വരെ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായി. ഞാൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തെന്നോ? എങ്ങാണ്ടൊന്നോ വന്ന് സ്വന്തവും ബന്ധവും പറഞ്ഞ് ഇവിടെ കയറി കൂടിയിട്ട് വിശ്വാസം ഇല്ലെങ്കിൽ എന്നെ ഇറക്കി വിട്ടേക്കണം. ഇറക്കി വിടാൻ തന്നെ പോണത്. പക്ഷെ അതിനു മുമ്പ് കല്ലും നെല്ലും വേർതിരിച്ചറിയണം. എനിക്കും അറിയണം അതൊക്കെ. എന്നിട്ട് നാട്ടുകാരെയൊക്കെ ഒന്ന് അറിയിക്കാൻ വേണം. രാജീവ, എവളെയും വിടരുത്. ചോദിക്ക്. തത്ത പറയുന്ന പോലെ എവളുമാരെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. ഇതാ ഇത്രയും നേരം ചോദ്യം ചെയ്തിട്ടും എവള് കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. ഇനി വലിയിടം തന്നെ ചോദിക്കേ. ഇങ്ങോട്ട് പറയടി. നീ ഇങ്ങോട്ട് പറയടി. നീ ഇങ്ങോട്ട് പറയും. ഞങ്ങൾ ഈ നിൽക്കുന്ന രണ്ടുപേർ ആണുങ്ങളാണെന്ന് അറിയാമല്ലോ. ഇല്ല. ഇല്ലേ? എന്നാൽ ആണുങ്ങളാണ്. എല്ലാ കാര്യങ്ങൾക്കും തെളിവ് ചോദിക്കുന്ന നിങ്ങളോട് ഞാൻ ഇതിന് തെളിവ് ചോദിച്ചാൽ? തെളിവാ? ചൊവ്വാദോഷം ഇല്ലായിരുന്നെങ്കിൽ തെളിവേം കാണിച്ചു കണ്ട എവൾ അത്താഴത്തെ ചോദ്യങ്ങളാ ചോദിക്കുന്നത്. വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോണം. കൊറേ നേരം നിങ്ങൾ സഹിക്കുക. നീ എന്താ ഏവൻ ചോദിച്ചിട്ടൊന്നും മിണ്ടാത്തെ? മിണ്ടണം തോന്നിയില്ല, മിണ്ടില്ല. ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എന്റെ 18ാമത്തെ അടവെടുത്താലേ ശരിയാവും. എന്താടി ചിരിക്കുന്നേ? അപ്പൊ ഇതിനു മുമ്പ് 17 അടവ് എടുത്തോ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ സുപ്രധാന അടവുകളൊക്കെ എടുക്കുമ്പോ ഒന്ന് പറഞ്ഞിട്ടെടുക്കണ്ടേ? എടുക്കാവടി. പറഞ്ഞിട്ട് തന്നെ നിന്നെ കൊണ്ട് ഞാൻ എടുപ്പിക്കാവടി. ഇനി ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അടുത്ത ഇവളോട്. ഡേയ്, നിന്റെ കണ്ണീരും പത്രാസം കണ്ട് വീഴില്ല ഞങ്ങൾ. ഇതൊക്കെ ഞങ്ങൾ കുറെ കണ്ടവരാ. പറ, നീ ആരാണ്? എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞതൊക്കെ സത്യം, അല്ലാതൊന്നും എനിക്കറിയില്ല. നോങ്ങാതടി, നീ ഇന്ന് സത്യം പറഞ്ഞില്ലെങ്കിൽ വെട്ടിക്കൊന്ന് പീസ് പീസാക്കി പ്ലാസ്റ്റിക് കവറിലാക്കി പേച്ചിപ്പാറ ഡാമിലെറിയും ഞാൻ. എനിക്ക് ജയിലിൽ പോണം. മതി വല്ലേട്ടാ, ഇന്നത്തേക്ക് വിട്ടേക്കാം. പക്ഷെ രണ്ടിലൊന്ന് അറിയുന്നത് വരെ ചോദ്യം ചെയ്യലുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പൊക്കോളൂ. പൊയ്ക്കോ. രാജീവ, ചോദ്യം ചെയ്യുമ്പോ ഒരല്പ ഡിസ്റ്റൻസ് ഇട്ട് വേണം ചോദ്യം ചെയ്യാൻ. കാരണം ഏത് മുള്ളി വന്ന് വീണോന്ന് നോക്കിയിരിക്കുകയാണ് ഇപ്പൊ പോയ 2 ഇലകൾ. മുള്ളിന് കേടുവരുന്ന കാലവ.
ചാമ്പ്യൻ ചാമ്പ്യൻ. എന്റെ രാജാവിനെയും മന്ത്രിയെയും വെട്ടാനുള്ള നിന്റെ ആലോചനയുടെ പകുതി മതിയല്ലോ ആ പെമ്പിള്ളേരെ രണ്ടിനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ. വെറുതെ അവരെ കളത്തിൽ നിന്നും എടുത്തു കളഞ്ഞാൽ പോരല്ലോ. കാലാളും മന്ത്രിയും കുതിരയും രഥവും ഒക്കെ കൂടി വളഞ്ഞു ചുറ്റിപ്പിടിച്ച് അരശ് വിളിച്ചു വേണം അവരെ വെട്ടാൻ. വെരി വെരി കറക്റ്റ്. ആ അരശ് ചെക്ക്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ രണ്ടു പെണ്ണുങ്ങളെയും കഴുത്തിന് കുത്തിപ്പിടിച്ച് വെളി പറഞ്ഞു വിടാം. അവളുമാര് രണ്ടും പഠിച്ച കള്ളികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കള്ളി വിളിച്ചെത്താക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ രാജീവ? അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അത്രയും ബുദ്ധി നിനക്കുണ്ടായിട്ടാണോ എന്റെ രാജാവിനെ വെട്ടാൻ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്ന മണ്ട? ഒരു കഷ്ടപ്പാടും ഇല്ല. ദേ, വെട്ടി. അയ്യോ, ഇതേപോലെ അവരെയും തട്ടിക്കളയാണ്. പറഞ്ഞു വിടാമെന്ന്. ഓ, അതിനാണ് ഈ യശോദ ചേച്ചി, ഒരു ചായ. യശോദ ചേച്ചി അമ്മ ഇവിടെ ഇല്ല. എവിടെ പോയതാ? കൊലയ്ക്ക് പോയതാ. കൊല നടത്താനോ? കൊല നടത്താനല്ല, ടൗണിൽ വാഴക്കൊല വാങ്ങാൻ പോയതാ. ഓ, അതാണോ? ഞാൻ കരുതി ഭാരതി, ഉം, ജയഭാരതി. ഉം. ദേ ഇവിടെ നിൽക്കി. വേണ്ട വേണ്ട, ദേ കട തുറന്നിരിക്ക, അമ്മ ഇപ്പൊ വരും. കൊറേ നേരത്തേക്ക് ആ തള്ളയുടെ കാര്യം പറഞ്ഞ മൂട് കളയല്ലേ. എന്റെ ജയഭാരതി കുട്ടിയല്ലേ, പ്ലീസ് ഇവിടെ വന്നിരിക്കും. വേണ്ട വേണ്ട, കാണുമ്പോഴേ കൊഞ്ചലേ ഉള്ളൂ. എല്ലാ ആണുങ്ങളും ഇങ്ങനെ. എല്ലാ ആണുങ്ങളും? ഞാനല്ലാതെ മറ്റു വേറെ ഏതൊക്കെ ആണുങ്ങൾ അറിയാടി? നീലക്കുയിലെ സത്യൻ മിസ് കുമാരിയോട് എന്താ കാണിച്ചേ? ചെമ്മീനിലെ മധുശീലയോട് എന്താ കാണിച്ചേ? പഞ്ചതന്ത്രത്തില്, ചന്ദന ചൊരയില് ഈ ആണുങ്ങളൊക്കെ എങ്ങനെയാ? ഏത് പെണ്ണ് സഹിക്കൂ ഇത്? പണ്ടാരടങ്ങാൻ എടി, അതൊക്കെ സിനിമയാണ്. ഓ, ഇവക്ക് ജയഭാരതി എന്ന് പേരിട്ട തന്തേൻ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. ദേ, എന്റെ തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ, ഈ പശുവിനെയും കാളേനെയും ഒക്കെ മോഷ്ടിക്കുന്ന നേരം കൊണ്ട് എന്നെ ഒന്ന് മോഷ്ടിച്ചോണ്ട് പൊയ്ക്കോടെ രമണേട്ടന്. പോകൂടി പോകും. തച്ചോളി ഒതലിലെ സത്യനെ പോലെ, പാലാട്ട് കുഞ്ഞിക്കണ്ണലെ പ്രേം നസീറിനെ പോലെ, ആവേശത്തിലെ ജയനെ പോലെ ഒരു നിലാവുള്ള അർദ്ധരാത്രിയിൽ ഒരു വെള്ള കുതിരപ്പുറത്ത് ഞാൻ ചീറിപ്പാഞ്ഞിവിടെ എത്തും. എന്നിട്ട് എലിപ്പാഷാണവും ചിറ്റൊന്റിയും സമാസമം ചേർത്ത മിശ്രിതം ഉറങ്ങിക്കിടക്കുന്നതിന്റെ തള്ളയുണ്ടല്ലോ പൂതന, അവരുടെ വായിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ വടിയാക്കി കിടത്തും. എന്നിട്ട് നിന്നെയും കട്ട രട്ടകാശത്തോടുകൂടി ഈ രമണനൊരു പോക്കണ്ട്. Oh,